ഒരു ദിവസേ ഈശോയും ശിഷ്യന്മാരും നസ്രത്തിലേക്കുള്ള വഴിയിൽ നിന്ന് നടക്കുമ്പോഴേ സമരിയ എന്നൊരു ഗ്രാമത്തിലെത്തി. അപ്പോൾ അവർക്ക് വിശപ്പും ഭയങ്കരമായിട്ട് ദാഹിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരൊരു കിണറ്റിൻകരയിൽ വിശ്രമിച്ചു. അപ്പോൾ ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ ഈശോ അവിടെ ഇരുന്നു. അപ്പോൾ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരാനായിട്ട് ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു വന്നു. അതൊരു സമരിയക്കാരിയായിരുന്നു. അപ്പോൾ പറഞ്ഞു, നീ എനിക്ക് കുടിക്കാൻ വെള്ളം തരുമെന്ന് ആര് ചോദിച്ചു? യേശു ആ സ്ത്രീയോട് ചോദിച്ചു. അപ്പോൾ സ്ത്രീ അത് കേട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ നോക്കി, അത്ഭുതത്തോടെ നോക്കിയിട്ട് ചോദിച്ചു, ഞാൻ സമരിയക്കാരിയായ സ്ത്രീയാണ്. അങ്ങ് യഹൂദനല്ലേ, അങ്ങേക്ക് ഞാൻ വെള്ളം തന്നാൽ ശരിയാവുമോ? അപ്പോൾ ഈ സമരിയക്കാരും യഹൂദരും തമ്മിൽ അകൽച്ചയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ തന്നാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശത്രുത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ, സമരിയക്കാരും യഹൂദരും തമ്മിൽ ശത്രുത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ആ സ്ത്രീ പറഞ്ഞത്. അപ്പോൾ യേശു ആ സമരിയക്കാരോട് പറഞ്ഞേ, ദൈവം നൽകുന്ന ദാനം എന്തെന്നും നിന്നോട് വെള്ളം ആവശ്യപ്പെട്ടത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ ആ ആളോട് തന്നെ കുടിക്കാൻ ചോദിച്ചതും അവർ നിനക്ക് ജീവൻ്റെ ജലം നൽകുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഇത് ഈശോയാണെന്നുള്ളത് ഈ സ്ത്രീക്ക് അറിയത്തില്ല. അപ്പോൾ ഈശോ വിചാരിച്ചു കഴിഞ്ഞാൽ വെള്ളം അവളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങുന്ന നിർബന്ധമൊന്നുമില്ല. ഈശോ വിചാരിച്ചു കഴിഞ്ഞാൽ ഈശോയ്ക്ക് പിതാവായ ദൈവം വെള്ളം കൊടുക്കും. പക്ഷേ അവളുടെ വിശ്വാസത്തിനെ വർദ്ധിപ്പിക്കാനും താൻ ആരാണെന്നും വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈശോ അങ്ങനെ ചെയ്തത്. അപ്പോൾ സ്വാമി, വെള്ളം കോരുവാനായിട്ട് അങ്ങേക്ക് പാളയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം നിനക്ക് വെള്ളം തരാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ടെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആരാണെന്നുള്ളത് നിനക്കറിയാത്തത് കൊണ്ടാണെന്നും പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ അങ്ങയുടെ കയ്യിൽ പാളയോ അല്ലെങ്കിൽ തൊട്ടിയൊന്നും ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ അങ്ങ് എനിക്ക് വെള്ളം തരണേന്ന് ചോദിച്ചു. അപ്പോൾ അവളുടെ സംശയത്തിന് ഈശോ ഇങ്ങനെ ഉത്തരം നൽകാണ്, ഈ വെള്ളം കുടിക്കുമ്പോൾ ഈ പച്ചവെള്ളം കുടിക്കുന്നവർക്ക് പിന്നെയും ദാഹിക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും കുടിക്കാൻ തോന്നും. എന്നാൽ ഈശോ നൽകുന്ന ജലം കുടിക്കുന്നവർക്ക് അത് കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല എന്ന് പറയാണ്. ആര്? യേശു. താൻ ദൈവം തമ്പുരാനാണ്, അതായത് ദൈവത്തിൻ്റെ മകനാണ്, പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ് താൻ എന്നുള്ളതിന് വെളിപ്പെടുത്താനായിട്ടുള്ള ഒരു ഉപമയാണ് ആരവിടെ പറയണത്? യേശു പറയണത്. അപ്പം എന്താ, ഇവിടെ അപേക്ഷിക്കുകയാണ്, എങ്കിൽ ആ വെള്ളം എനിക്ക് കുറച്ച് തരുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇനിയൊരിക്കലും എനിക്ക് ഇനി വെള്ളം കോരി മടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവൾക്ക് മനസ്സിലാവണില്ല എന്തിനെക്കുറിച്ചാണ് പറയണേന്നുള്ളത്. അപ്പോൾ അത് കേട്ട് ഈശോ അവളോട് പറയണേ, നീ വീട്ടിൽ പോയിട്ട് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരി തന്നെ, പക്ഷെ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയാണ് യേശു പറയണം. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവനൊരു പ്രവാചകനാണോ? കാരണം താൻ ഇതിനു മുൻപ് ഇദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, ഇദ്ദേഹം തന്നെയും കണ്ടിട്ടില്ല, പിന്നെ ഇങ്ങനെ തന്നെക്കുറിച്ച് ഇദ്ദേഹത്തിന് അറിയണേ. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പോൾ യേശു അതിന് ശാന്തമായിട്ട് മറുപടി പറയുന്നത് അറിയോ, മിശിഹ വരുമെന്നും അദ്ദേഹം എല്ലാം പഠിപ്പിക്കുമെന്നും എനിക്കറിയാം. ആ സമരിയക്കാരി തൻ്റെ വിശ്വാസവും പ്രതീക്ഷയും വ്യക്തമാക്കി. അപ്പോൾ ഇത് വല്ല പ്രവാചകനാണോ, ഇനി ഈശോ തന്നെയാണോ എന്നൊരു സംശയം വന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഞാനാണോ നീ പ്രതീക്ഷിക്കുന്ന മിശിഹ എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. ആ സന്തോഷത്തിൻ്റെ വാർത്ത അവൾ മനസ്സിൽ അടക്കി വയ്ക്കാനായില്ല. അവൾ ഓടിച്ചെന്ന് കണ്ടവരോടെല്ലാം, ഉറങ്ങാണോ, കണ്ടവരോടെല്ലാം ഇത് തുറന്നു പറഞ്ഞു, വിവരിച്ചു. അപ്പം അത് കേട്ട് ജനങ്ങൾ ആ കിണറ്റിൻകരയിലേക്ക് ഓടിക്കൂടി. അപ്പോൾ യേശു അവരോട് പിന്നെ അവസാനം അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങി. അനന്തരം ക്രിസ്തു അവരോടൊപ്പം നടന്ന് യേശു ഒരു ദിവസം പിന്നിട്ടിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോവാണ് പ്രസംഗം കഴിഞ്ഞിട്ട്. അനേകം പേർക്ക് യേശുവിൻ്റെ പ്രസംഗം കേട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട് മാറി. അപ്പോൾ ഇതാണ് ലോകരക്ഷകനായ ക്രിസ്തു. ആര് പറഞ്ഞു? അവിടെ വന്ന് ജനങ്ങളെല്ലാം പരസ്പരം പറഞ്ഞു, നീ ഉറങ്ങണ്ട, പോയി കിടന്നുറങ്ങിക്കോ. ഉറങ്ങണ്ടെന്നല്ല, പോയി കിടന്നുറങ്ങിക്കോ.